ശ്രീ VS അച്യുതാനന്ദൻ യാത്രയായി. സഖാവ് VS എന്ന രണ്ടക്കത്തിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGക്ക് ശേഷം ജനകീയ പ്രശ്നങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലൂടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ജനകീയ സമരങ്ങൾ നയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ്, എല്ലാം കൊണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു ശ്രീ VS. അദ്ദേഹം ആണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ലക്ഷക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരെയും സഹയാത്രികരെയും ഇടതുപക്ഷ ചിന്താഗതിക്കാരെയും ഇടതുപക്ഷ എഴുത്തുകാരെയും എല്ലാത്തിനുപരി ഇടതുപക്ഷത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്നവരെയെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം യാത്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണം ഏകദേശം പ്രതീക്ഷിത മരണമായിരുന്നു എങ്കിൽ തന്നെയും അത് കേരളത്തിലെ ആകമാനം, കേരളത്തിലെ പ്രബുദ്ധ രാഷ്ട്രീയക്കാരെ, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന രാഷ്ട്രീയക്കാരെയും അത് ദുഃഖത്തിലാഴ്ത്തി. ഏതാനും വർഷക്കാലം മകൻ്റെ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് വളരെ അവശ നിലയിൽ അദ്ദേഹം അവസാനത്തെ കാലയളവുകൾ കഴിച്ചു കൂട്ടിയത്. മറ്റ് പലരെക്കുറിച്ചും പറയുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി ഇത്രയധികം ശോഭിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി ശോഭിച്ചതുപോലെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ശോഭിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ജനകീയ സമരങ്ങളെയുമൊക്കെ ഇഷ്ടപ്പെടുന്നവർ സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. 1964 കൽക്കട്ട പാർട്ടി കോൺഗ്രസിൽ വെച്ച് ആ പാർട്ടി കോൺഗ്രസിൽ നിന്നും അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇറങ്ങിപ്പോന്ന 33 പേരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു ശ്രീ VS. അന്ന് CPIM ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചവരിൽ ശ്രീ VS അച്യുതാനന്ദനും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായിരുന്നു. അതുപോലെ തന്നെ CPIMൻ്റെ ആലപ്പുഴയിലെ പ്രഥമ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പൊതു പ്രവർത്തന രംഗം ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ പെടാത്ത, അഴിമതിയുടെ ഒരു ലാഞ്ചന പോലും ഏൽക്കാതെയാണ് അദ്ദേഹം പൊതു പ്രവർത്തന രംഗത്ത് ശോഭിച്ച് നിന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം AKGക്ക് ശേഷം ഇത്രയധികം സ്നേഹ വാത്സല്യങ്ങൾ ജനങ്ങൾ വാരിക്കോരി നൽകിയത്. അദ്ദേഹമാണ് കേരളത്തിലെ തൊഴിലാളി വർഗത്തോട്, കർഷകരോട് ഒക്കെ തന്നെ യാത്രയായത്. അദ്ദേഹം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ, അസംഘടിതരായ തൊഴിലാളികളെ, അധ്യാപകരെ, NGOമാരെ, ഹോട്ടൽ തൊഴിലാളികളെ, ചുമട്ട് തൊഴിലാളികളെ, അതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, വനിതാ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒക്കെ തന്നെ നേരിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും മുൻനിരയിൽ നിന്ന് സമരം ചെയ്ത ഒരു യോദ്ധാവ്, ഒരു പോരാളിയായിരുന്നു ശ്രീ VS. അതുപോലെ തന്നെ പ്രകൃതി സ്നേഹിയായിരുന്ന അദ്ദേഹം പ്രകൃതിക്ക് ആഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടൊപ്പം കേരളീയ ദർശനം ദുഃഖം പങ്കിടുന്നു. ആദരാഞ്ജലികൾ.